ഭീകര നാഗമായി മാറിയ മാതാ പാർവതി നാഗലോകത്തെ ശാപമായ ദുഷ്ടനെ നിഗ്രഹിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അപൂർവ നാഗകഥ. ഒരിക്കൽ മാതാ പാർവതി നാഗലോകം സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു. നാഗലോകത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടു വരികയായിരുന്ന മാതാ പാർവതി ഒരു വിജനമായ കോണിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു പുരാതന ശിവലിംഗം ശ്രദ്ധിച്ചു. ആ ശിവലിംഗം തികച്ചും അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു. പൊടിപടലങ്ങളും ചളിയും പുരണ്ട് ആരും തിരിഞ്ഞു നോക്കാത്ത ആ ശിവലിംഗം കണ്ടപ്പോൾ ജഗദംബയുടെ ഹൃദയം തകർന്നുപോയി. ലോകനാഥനായ മഹാദേവൻ ആരാധിക്കപ്പെടാതെ കിടക്കുന്നത് കണ്ട ദേവി ഉടൻ തന്നെ തന്റെ കൈകൾ കൊണ്ട് ആ ശിവലിംഗം കഴുകി വൃത്തിയാക്കി അടുത്തുള്ള തടാകത്തിൽ നിന്ന് ജലമെടുത്ത് അഭിഷേകം നടത്തുകയും ഭക്തിയോടെ പൂജ തുടങ്ങുകയും ചെയ്തു. ദേവിയുടെ പൂജയുടെ പ്രഭാവത്തിൽ ആ പ്രദേശം മുഴുവൻ ദിവ്യ പ്രകാശം പരന്നു. ഇത് കണ്ട നാഗങ്ങൾ അവിടേക്ക് ഓടിയെത്തി. പശ്ചാത്താപത്തോടെ അവർ ദേവിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, മാതേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഭക്തി ഉണ്ടായിട്ടും ഇവിടെ ഈ ശിവലിംഗത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ വീഴ്ചയിൽ അങ്ങ് തന്നെ പരിഹാരം കണ്ടല്ലോ. എന്നാൽ പെട്ടെന്ന് അന്തരീക്ഷമാകെ ഇരുണ്ടു. അഹങ്കാരിയായ കാലനാഗൻ അവിടേക്ക് ചീറ്റിക്കൊണ്ടുവന്നു. താൻ മഹാദേവനിൽ നിന്ന് വരങ്ങൾ നേടിയവനാണെന്നും താനാണ് നാഗലോകത്തെ സർവാധികാരിയെന്നും അവൻ വിശ്വസിച്ചിരുന്നു. മറ്റുള്ളവരെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് എന്റെ സമ്മതമില്ലാതെ ഇവിടെ പൂജ ചെയ്യുന്നത്? ഈ നാഗലോകം എന്റെ അധികാര പരിധിയിലാണ്. ഇവിടെ എന്റെ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. അഹങ്കാരം മൂത്തവൻ സാക്ഷാൽ മാതാ പാർവതിയെ പോലും തിരിച്ചറിയാതെ പരിഹസിച്ചു. കാലനാഗൻ വരം കിട്ടിയതിന്റെ അഹങ്കാരത്താൽ താൻ ദൈവങ്ങൾക്ക് മുകളിലാണെന്ന് ആ നാഗം കരുതി. മാതാ പാർവതി ശാന്തയായി അവനോട് പറഞ്ഞു, അഹങ്കാരം കണ്ണുപൊട്ടിച്ചവന് സ്വന്തം നാശം കാണാനാവില്ല. മറ്റുള്ളവരുടെ ഭക്തിയെ തടസ്സപ്പെടുത്തുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നവന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. തുടർന്ന് മാതാ പാർവതി മഹാദേവനെ സ്മരിച്ചുകൊണ്ട് അഹങ്കാരിയായ നാഗത്തെ നേരിടാൻ തീരുമാനിച്ചു. ദേവി തന്റെ സൗമ്യഭാവം വെടിഞ്ഞ് ഭയാനകമായ ഒരു മഹാസർപ്പമായി രൂപാന്തരപ്പെട്ടു. ആകാശത്തോളം ഉയർന്നു നിന്ന ആ ദിവ്യ സർപ്പത്തിന്റെ രൂപം കണ്ട് നാഗലോകം വിറച്ചുപോയി. പിന്നീട് നടന്നത് അതിശക്തമായ പോരാട്ടമാണ്. കാലനാഗന്റെ വിഷജ്വാലകളെ ദേവി തന്റെ ദിവ്യ ശക്തിയാൽ പ്രതിരോധിച്ചു. ഒടുവിൽ മാതാ പാർവതി ആ ദുഷ്ടനാഗത്തെ വരിഞ്ഞു മുറുക്കുകയും നാഗലോകത്തിന്റെ അതിരുകൾക്കും അപ്പുറത്തേക്ക് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അവന്റെ ശക്തിയും അഹങ്കാരവും അവിടെ അവസാനിച്ചു. ഭയം മാറിയ നാഗങ്ങൾ മാതാ പാർവതിയുടെ പാദങ്ങളിൽ വീണു പറഞ്ഞു, മാതേ, ആ നാഗത്തിന്റെ ക്രൂരത ഭയന്നാണ് ഞങ്ങൾ ശിവപൂജയിൽ നിന്ന് വിട്ടുനിന്നത്. ഇന്ന് അവിടുന്ന് ഞങ്ങളെ ആ ഭയത്തിൽ നിന്ന് മുക്തരാക്കിയിരിക്കുന്നു. അന്നു മുതൽ നാഗലോകത്ത് ശിവലിംഗം വീണ്ടും ഭക്തിയോടെ ആരാധിക്കപ്പെട്ടു. അഹങ്കാരം നശിക്കുമെന്നും ഭക്തിയെന്നും വിജയിക്കുമെന്നും ഈ കഥ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അഹങ്കാരത്തിന്റെ പതനവും ഭക്തിയുടെ വിജയവുമാണ് ഈ കഥ നൽകുന്ന പ്രധാന സന്ദേശം. ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന വരം മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അധികാരം കാണിക്കാനോ ഉപയോഗിച്ചാൽ അത് നാശത്തിന് കാരണമാകും. കാലനാഗന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ശാന്തസ്വരൂപിണിയായ മാതാ പാർവതിക്ക് ഭയങ്കരമായ രൂപം ധരിക്കേണ്ടി വന്നത് അധർമ്മം പരിധി വിടുമ്പോൾ പ്രകൃതി തന്നെ അതിന് ശിക്ഷ നൽകും എന്നതിന്റെ സൂചനയാണ്. അതോടൊപ്പം ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും യഥാർത്ഥ ഭക്തിയോടെ ദൈവത്തെ സമീപിച്ചാൽ ആ ഭക്തരെ സംരക്ഷിക്കാൻ ഈശ്വരൻ എന്നും കൂടെ ഉണ്ടാകുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മാതാ പാർവതിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗൗരി ശങ്കരായ നമഃ.